ഹാ ദാ വന്നല്ലോ. ദേ പണത്തിന്റെ കണക്കും ചോദിച്ച ആള് വന്നിരിക്കുന്നു. ചെല്ല്. അമ്മി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? അല്ല, നിനക്ക് പണമാണ് വേണ്ടെങ്കിൽ എത്രയെന്ന് വെച്ചാ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട. എനിക്കറിയേണ്ടത് സത്യമാണ്. എന്റെ ഭർത്താവിന്റെ സ്വർണം തട്ടിയെടുത്തിട്ടാണോ എനിക്ക് 25 ലക്ഷം രൂപ ദാനമായിട്ട് തന്നത്? ആണോ? ആണോന്ന്? അതെ, എന്താ മിണ്ടാത്തത്? ഇവള് ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറഞ്ഞു കൊടുക്ക്. അമ്പിളി, നീ ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഓ, നിങ്ങൾക്കിപ്പോഴും എന്റെ വായടപ്പിക്കാനാണല്ലോ തിരക്ക്. ഇവളെന്തോ വലിയ ദേവതയാണെന്നായിരുന്നല്ലോ ഭാവം. ദേ ഇപ്പൊ കണ്ടോ കണക്കും ചോദിച്ചു വന്നത്. ഇനി എവിടുന്നാ പണം ഉണ്ടാക്കി കൊടുക്കാൻ പോന്നെ? അതോടെ പറ. അമ്പിളി, നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. ഇല്ല, ഞാൻ നിർത്തില്ല. സഹിച്ചും ക്ഷമിച്ചും മടുത്തു. ഇനി അത് പറ്റില്ല. നിങ്ങളെ തിരക്കി ഈ വീട്ടിലേക്ക് വരാൻ ഇവൾക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിരിക്കും? ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാ. എന്ത് കാര്യം? നിന്റെ വീട്ടിൽ കയറി ഇങ്ങനെ സ്വർണം മോഷ്ടിച്ചോ? ഇല്ലല്ലോ. നിന്റെ കെട്ടിയവൻ ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കിയ സ്വർണം ഇങ്ങനെ എടുത്തെങ്കിലേ കണക്കായിപ്പോയി. നീ എന്തിനാ അമ്പിളി ആവശ്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നേ? ആ, ഇവളെ പറയുമ്പോ നിങ്ങക്ക് പൊള്ളൂന്ന് എനിക്കറിയാം. സ്വന്തം ഭാര്യയോടും ജന്മം നൽകിയ കുഞ്ഞിനോടും ഇല്ലാത്ത സ്നേഹമല്ലേ മറ്റുള്ളവരുടെ കുടുംബം തകർക്കാൻ നടക്കുന്ന ഇവളെ പോലുള്ള വൃത്തിയിട്ടവളോട്. അയ്യോ, എന്തിനാ നിർത്തിയത്? തല്ലിയങ്ങ് കൊല്ല്. എന്നെ കൊന്നാലും നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല മനുഷ്യ, അതോർത്തോ. അമ്പിളി, നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? അച്ഛൻ കേട്ടില്ലേ ഇവള് പറയുന്നത്? അമ്പിളി മതി, നീ രഘുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോ. അല്ലമ്മ, ഞാൻ രഘു, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. ഞാൻ ആദ്യം കുട്ടിയോടും സംസാരിക്കട്ടെ. ദൈവത്തോർത്ത് നീയും അമ്പിളിയും കൂടെ അകത്തേക്ക് പോകും. ചെല്ലേ. എന്താ അമ്മി, എന്തൊക്കെയത്? മാഷേ, എനിക്ക് കുറച്ച് വെള്ളം വേണം. അമ്മി കയറിയിരിക്കേ.